ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭൂഭാരത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നതിന് അയോധ്യയിൽ താൻ അവതരിക്കും ദശരഥപുത്രനായി, കൗസല്യാപുത്രനായി എന്ന് സാക്ഷാൽ മഹാവിഷ്ണു ദേവഗണങ്ങൾക്ക് വാക്കുകൊടുത്തു. അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സകല ദേവന്മാരും വിവിധ വാനര ഭാവങ്ങളിലൊക്കെ ആവിർഭവിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ അയോധ്യാധിപതിയായ ദശരഥനെ വർണ്ണിച്ചു. സകല ഐശ്വര്യങ്ങളും സ്വായത്തമായിട്ടും സന്താന സൗഭാഗ്യമില്ലാതിരുന്ന ദശരഥൻ പട്ടമഹിഷിയായ കൗസല്യാനന്തരം കൈകേയിയെയും സുമിത്രയെയും വിവാഹം ചെയ്തെങ്കിലും സന്താന സൗഭാഗ്യമുണ്ടാവാത്ത ദശരഥൻ, ആ ദശരഥനാണ് ഗുരുനാഥൻ്റെ നിർദ്ദേശമനുസരിച്ച് യാഗം നടത്തുന്നത്. വാൽമീകീയ രാമായണത്തിലേക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഗുരുനാഥൻ്റെ നിർദ്ദേശമനുസരിച്ച് ഋഷ്യശൃംഗൻ്റെ കാർമ്മികത്വത്തിൽ അശ്വമേധമാണ് നടത്തുന്നത്. ആ സന്ദർഭത്തിൽ ഋഷ്യശൃംഗനാണ് പറയുന്നത്, നമുക്ക് പുത്രീയമായ യാഗം, അതായത് പുത്രകാമേഷ്ടി നടത്താമെന്നുള്ളത്. ആ പുത്രകാമേഷ്ടിയുടെ ഒടുവിൽ പുത്രീയമായ ഔഷധം ലഭിച്ചു. അത് പത്നിമാർക്ക് നൽകി. യഥാകാലം അവർ ഗർഭവതികളായി. അതിൻ്റെ പൂർണ്ണതയിൽ അയോധ്യയിൽ ശ്രീരാമനവമി സുമുഹൂർത്തത്തിൽ ശ്രീരാമചന്ദ്രൻ ആവിർഭവിച്ച ഭാഗമാണ്. അതാണ് നമ്മൾ ഇന്ന് വായിച്ചത്. സകല വൈഷ്ണവ ചിഹ്നങ്ങളോടും കൂടി അവതരിച്ച ആ ദിവ്യവിഭൂതിയുടെ ദർശനത്തിൽ അത്യന്തം ഹൃദയമലിഞ്ഞ് പരാഭക്തിയുടെ നിറവിൽ കൗസല്യാദേവി സ്തോത്രം ചെയ്തു. അനന്തരം നേരിട്ട് ആ മഹിമാതിശയം കണ്ടാൽ പോലും ഉള്ളിൽ തുളുമ്പുന്ന മാതൃഭാവം ഉണർന്നു. ഭഗവാന്റെ ലീല സാധിതമാകണമെങ്കിൽ അത് വേണം താനും. ആ മാതൃഭാവമാണ് പ്രാർത്ഥിച്ചത്, അവിടുന്ന് സാധാരണ മാനുഷഭാവത്തിലേക്ക് ആയിത്തീരണമേ. അങ്ങനെ ഭഗവാൻ മാനുഷബാലനായി, ശിശുവായി തീരുന്നു. ആ ഒരു സന്ദർഭത്തിൽ അത്യന്ത ദുർലഭമായ തൻ്റെ ദർശനം അമ്മയ്ക്ക് സിദ്ധിച്ചിരിക്കുകയാണ്. ഇതിൽ പരം മോക്ഷപ്രാപ്തിക്ക് മറ്റൊന്ന് ആവശ്യമില്ല എന്നുള്ള ഒരു മഹാസന്ദേശത്തെ നൽകിക്കൊണ്ട് അവതാര ഉദ്ദേശ്യത്തെയും സാക്ഷാൽ നാരായണനായ താൻ
ഇപ്പോൾ ഭവതിയുടെ പുത്രനായി വന്നിരിക്കുകയാണെന്നുള്ളതായ വാർത്ത രാമൻ പറയുന്ന ഭാഗമാണിത്. ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത് ജന്മാന്തരങ്ങളായി ചെയ്ത തപസ്സും പ്രാർത്ഥനയും. ദശരഥൻ്റെയും കൗസല്യാദേവിയുടെയും ഈ ജന്മത്തിൽ മാത്രമുള്ള പ്രാർത്ഥനയോ തപസ്സോ അല്ല. ജന്മങ്ങളിലൂടെ ആവർത്തിക്കുന്ന തപസ്സും പ്രാർത്ഥനയും അതിൻ്റെ സത്പരിണാമമായിട്ടാണ് സാക്ഷാൽ ഭഗവാൻ തങ്ങളുടെ പുത്രനായി അവതരിക്കുന്ന അവസ്ഥ അവർക്ക് നേടാൻ സാധിച്ചത്. ജീവിതത്തിൽ മഹിമാന്വിതങ്ങളായ ഫലങ്ങളെ നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ മഹിമാന്വിതമായ ഫലം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സത്കർമ്മങ്ങളെ ചെയ്യണം, അവിരതം എന്നുള്ളത് നമ്മൾ എത്ര ഓർമ്മിക്കാറുണ്ട്? സാന്ദർഭികമായി പറയുന്നു. ഇനി ഈ വാക്യങ്ങളിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം. എൻ്റെ പാരമാർത്ഥികമായ സ്വരൂപ ദർശനം വളരെ ദുർലഭമാണ്. എന്നാൽ അത് നേടിക്കഴിഞ്ഞാലോ പിന്നെ സംസാരക്ലേശമില്ല. ഈശ്വര ദർശനം എല്ലാ ദുഃഖങ്ങൾക്കും ഉപരി നമ്മളെ ഉയർത്തുന്നു. തൻ്റെ പരിമിതത്വ ഭ്രമത്തിനുപരി അപരിമിത സ്വരൂപത്തിൽ നമ്മെ പ്രതിഷ്ഠിതരാക്കുന്നു. പിന്നെ അയാൾക്ക് ശോകമോഹങ്ങളോ സംസാരമോ ഇല്ല. ഈ പരമമായ ഈശ്വര ദർശനത്തിൻ്റെ മഹാപുണ്യം അമ്മേ ഭവതിക്ക് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ജന്മാന്തരങ്ങളിലൂടെ ചെയ്ത തപസ്സിൻ്റെ സാഫല്യം, അതെ, ജന്മാന്തരങ്ങളിലൂടെ ചെയ്ത തപസ്സിൻ്റെ സാഫല്യം കൗസല്യാദേവിക്ക് അനുഭവിപ്പിച്ചു കൊടുക്കുകയാണ് ശ്രീരാമചന്ദ്രൻ നാരായണ രൂപത്തിൽ. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു സത്കർമ്മവും വ്യർത്ഥമാവില്ല. എല്ലാവരും അത് ഓർമ്മിക്കുക. നമ്മൾ ചെയ്യുന്ന ഒരു സത്കർമ്മവും വ്യർത്ഥമാവില്ല. അത് അതിൻ്റെ ഫലപ്രാപ്തിയെ യഥാകാലം നേടിത്തരും. ഇനി ശ്രീരാമചന്ദ്രൻ്റെ ദൃഷ്ടിയിൽ പറഞ്ഞാൽ ധർമ്മ സംസ്ഥാപനാർത്ഥം ഭഗവാൻ അവതരിച്ചു. ആ അവതാരമോ ലോകത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട്. ഇതങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥ ധർമാധർമ്മങ്ങളുടെ ദൈവാസുര സമ്പത്തുക്കളുടെ സംഘർഷപൂരിതമായ ഈ ജഗത്തിൻ്റെ യാത്രയിൽ എപ്പോഴെപ്പോ അസന്തുലിതത്വം വന്നു ചേരുന്നുണ്ടോ അതിൽ നിന്ന് രക്ഷപ്പെടാനായിക്കൊണ്ടുള്ള സമൂഹത്തിൻ്റെ ഇച്ഛാശക്തി ഉണരണം. സമൂഹത്തിൻ്റെ ഇച്ഛാശക്തി ഉണർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈശ്വരീയമായ ഭാവപ്രകടനമുണ്ടാകും. അതാണിവിടെ സംഭവിച്ചത്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അധാർമിക വൃത്തികളിൽ നിന്ന്, രാക്ഷസീയ വൃത്തികളിൽ നിന്ന് രക്ഷയ്ക്കും രക്ഷപ്പെടുത്തലിനും സമഷ്ടിയുടെ ഏകരൂപമായ സങ്കല്പം, ആ സങ്കല്പത്തിൻ്റെ ഫലപ്രാപ്തിയായിട്ട് ഭഗവാന്റെ തിരുവവതാരം, അതിന് ഭൂമികയായി അയോധ്യ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ചിത്രമുണ്ടാകട്ടെ. അതിനനുസൃതമായ ജീവിതം പാലിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ്. അങ്ങനെ നിരന്തര അനുസന്ധാനം കൊണ്ട് മനസ്സിൽ സദാ ഭഗവാൻ നിവസിക്കും. അപ്പം നമ്മളെല്ലാവരും ഈ പ്രപഞ്ച താളത്തിനനുസൃതമായി ധർമാചരണം ചെയ്തുകൊണ്ടേ കഴിയും. ഇതാണ് ഈ ഭാഗം അനുസന്ധാനം ചെയ്യുന്നതിൻ്റെ പ്രഥമ പ്രയോജനം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമസ്കാരം.